നാളികേരം 350. നാളികേരം 350. തോർത്ത് 3. തോർത്ത് 4. തോർത്ത് 4? ആ അതെന്തിനാ? ഒരെണ്ണ അരയക്കട്ടെ. അരേ നീ ഒരു കറുത്ത എരടം കിട്ടിയാ മതി. ആ ഉണ്ണി സാറേ, ഇളയവനാ. ഇനി അങ്ങോട്ട് കല്യാണ സീസണാ. അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലയോ? ഈർവാണം അടിക്കാത്ത പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത്. ചെമ്പ് 5. ചെമ്പ 5. വാർപ്പ് ചെറുത് 4. വാർപ്പ് ചെറുത് 4. ആള് ശുദ്ധന. ഇവിടെ കേട്ടില്ല, ഇവിടെ പറഞ്ഞതാ. ആള് നല്ലവനാ, പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല. മറ്റവനകത്ത് നിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട. ആ പുഞ്ചിരിക്ക് നീ ഉറക്കളയ്ക്കാനൊന്നും പറ്റില്ല, അറിയാലോ. ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ വകയിലൊരു അന്തരവളാ. ഇപ്പൊ വയറ്റിലുണ്ട്. ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക. മിലിറ്ററി ചേട്ടന്റെ വരുത്തുപോക്ക് കൊണ്ട് സംഭവിച്ചതാ. ഉരുളി 5, കുത്തിയിട്ട് 3, കുഴച്ചിട്ട് 2. ഇയാളും ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ. ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട്, കൈപുണ്യം കുറവല്ല. അല്ല എന്ന് വെച്ചാൽ അഹങ്കരിക്കൊന്നും വേണ്ട, കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും. കണ്ണാപ്പ എത്ര വേണം? 1. അണ്ടാവു വലുത് 5. പൊക്കട്ടെ. എഴുതണോ? പിന്നെ എഴുതാണ്ട്. അത് ശരിയാ, എഴുത്. നീ വയ്ക്കോ. ഇവൻ ഇതൊക്കെ ഇഷ്ടാ. മൂത്തവൻ അങ്ങനല്ല, പെണ്ണും പിള്ളേം വീട്ടുകാരും പറഞ്ഞ എടുത്ത് ഉള്ളുന്നവനാ. അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സഹകരണവും ഇല്ല. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. അടുക്ക് മാത്രം 7. പുഞ്ചിരി ചേച്ചി ദേ ആളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ വാക്കാ. മിലിറ്ററി, എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ? അതെ, ഇത് എന്താണ് വേറെ ഉറക്കത്തിന് വിളിച്ചു കൊടുത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ് ചേച്ചി. ചോറെന്ന് പറഞ്ഞ കാര്യം വിളമ്പാൻ. അല്ല എനിക്കങ്ങ് വയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ എന്നെ പിടിച്ചു നിലത്ത് നിർത്താതെ ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ, ഛർദിക്കാനും വയ്യാത്ത പരുവായല്ലോ ദൈവം. വിഴുങ്ങണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഛർദിച്ചോ. എനിക്ക് കളിക്കാൻ കാര്യം പറയാ ചേച്ചി. ഒന്നും അറിയാത്ത പോലെ. സത്യം പറ, ഉണ്ണി കുഞ്ഞറിഞ്ഞില്ല. അറിഞ്ഞു, തേങ്ങാക്കൊല. എന്നെ ഉണ്ണി നീങ്ങി വന്നേ, ഇതൊന്നും ശരിയാവില്ല. ഉരുളി കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ അല്ല. അയ്യോ, എനിക്ക് മേലെ പറയാ. പറയണ്ട, ആംഗ്യം കാണിച്ചാ മതി. ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോഴാ വന്നേ? ചേച്ചിക്കല്ലടോ, പിന്നെ ആർക്കാ? ചേട്ടത്തിയമ്മയ്ക്ക്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ പാവം, ഇതിന് തന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ എന്റെ ഉണ്ണി കുഞ്ഞേ. ദൈവമേ, ഞാൻ എങ്ങനെ അമ്മയ്ക്കല്ലേ അങ്ങ് ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു, ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ഉണ്ണി കുഞ്ഞേ, ഈ മനംപുരട്ടലും ഛർദിലും ഒക്കെ ആർക്കാന്നറിയാവോ? ദേവകി ചേച്ചിക്കാ. അറിയുന്ന ദേവകി ചേച്ചിക്ക്. ദേവകി ചേച്ചിക്ക് ആ ഗർഭം അതുപോലെ ഗ്യാസ് ദഹനക്കണോ മറ്റോ ആയിരിക്കും. എന്ത് പറഞ്ഞാലും ഗർഭം. എന്റെ കുഞ്ഞിനാണ് സത്യം. അയ്യോ, അപ്പൊ അത് നേരെവോ? ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ പ്രായത്തില് ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇയാൾ ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട. നാണക്കേട്. ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട്? അവർക്ക് 90 10 ആയിട്ടില്ലല്ലോ. ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും? അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ള ചേട്ടൻ. നീയൊക്കെ തലയിൽ മുണ്ടിട്ട് നടന്നോ? ഒരു പെൺകുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമ്മാവൻ എന്നേ ആഗ്രഹിച്ചാന്നറിയാവോ? ഈശ്വരള്ളമ്മാവൻ പണ്ടേ ഒരു വാശിക്കാരനാ. ഇത് പെൺകുഞ്ഞല്ലെങ്കിൽ ദേവ ചേച്ചി ഇനിയും പ്രസവിക്കുന്നു. അയ്യോ, നീ പോയി പ്രാർത്ഥിക്ക് ഇത് പെണ്ണാവാൻ, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനേക്കാളും വലിയ അക്രമം കാണിക്കും. അയ്യേ, അമ്മയുടെ മേൽ മുഴുവൻ മൂത്രം ഒഴിച്ചല്ലേ മോനെ. ഉണ്ണി ഒന്ന് പിടിച്ച്, ഞാൻ ഇപ്പൊ വരാം. ഉറക്കം വന്നിട്ടാ. എന്താ ഉണ്ണി ഇത്? എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? എന്താ ഇത്? എങ്ങനെയുണ്ട്? അച്ചപ്പം, മുറുക്ക്, ലഡു, ഉണ്ണിയപ്പം, പിന്നെ ഉണ്ണിമധുരം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാടാ ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിന്റെ ആള് ഞാനൊന്നുമല്ല, വേണ്ട നിൽക്കുന്നു. അയ്യോ ചുമ്മാതാ, ഈ ഉണ്ണിയുടെ വേലയാ. വല്ല കാര്യമുണ്ടോ? ഉണ്ട്, വയറ് കാണാന്നൊരു ചടങ്ങില്ലേ, അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല, ഉണ്ണിയുടെ. എന്റെ അല്ല, മുഴുവൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയുടെ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു. നീ ഇങ്ങി വാ കുട്ടി.
എന്തു കുഞ്ഞ? ഓ, ഞാൻ പെട്ടെന്ന്. മീര ഒറ്റയ്ക്കാണോ? ഡ്രൈവറുണ്ട്. അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ആൻസൈറ്റി എന്തായെന്നറിയാൻ. ചായ വേണോ? ഞാൻ ഒഴിച്ചുതരാം. എനിക്ക് വേണ്ട. ഇനി ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ. അപ്പോഴാരാ എനിക്ക് ചായ പകർന്നു തരിക? അതോ, ഇപ്പൊ അകത്ത് കിടക്കുന്നില്ലേ, അമ്മ പകർന്നു തരും. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല. ഡോക്ടർ അദ്ദേഹത്തോടെ പറയൂ. അവരൊരുമിച്ച് പഠിച്ചവരാ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, മീര വെക്കോ. ഡോണ്ട് വറി. വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടാ, ഒരു ബീഡി തന്നെ. ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. ഇപ്പൊ വന്നതാരാ? ഏ, ഇപ്പൊ വന്നതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഈ കൊട്ടയിലോട്ട് വാരി വെക്ക. ആ, അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ? ഓ, ഒരു വലിയ ദേവണ്ണക്കാരൻ ഞങ്ങളാരോട്ടാ. അയ്യോടി, അമ്മാവൻ എന്തുവായി കാണിക്കുന്നേ? അമ്മാവൻ എത്ര നാളായി ചട്ടകം പിടിച്ചിട്ട്? എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി ഉണ്ടോ ഞാൻ ഇളക്കാം. നീ പോയി നിന്റെ ജോലി നോക്ക്. ഇത് കാണണ്ട. എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ? എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന ആ എരിശ്ശേരിയെ പോലെ ഞാനിന്ന് 4 കാലം നടന്നേനെ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കാതെ ആ ചട്ടം ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആശുപത്രിയിലോട്ട് അല്ലേ? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ പ്രസവിക്കുന്നത്. അയ്യോ, എന്നാലും ഇത് കടിഞ്ഞു കയറി പോലെ തന്നെ എന്റെ അമ്മാവാ. രണ്ടും 2 പാത്രമാണെന്നുള്ള മരം തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്നും മന്ത്രവും ഒന്നും ഇല്ല. 2 ആൺകുഞ്ഞുങ്ങളെ പെറ്റ വയറാ. ഇത് പപ്പടം പൊള്ളുന്ന പോലെ അങ്ങ് നടന്നോളൂ. ഡോക്ടർ. ദേവികമ്മയുടെ ആളല്ലേ? അതെ. കുട്ടി പെൺകുഞ്ഞാ. സമയം 3:35. അമ്മ ബോധം വീണിട്ടില്ല. ഹലോ, ഉണ്ണിയാ? ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ്. വേണ്ട, ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും എരിശ്ശേരിയും കൂട്ടി ഞാനിവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. ഉണ്ണി ഇറങ്ങിയിരിക്കേ. ഡോക്ടറെ കാണണം. ഉണ്ണിക്കുഞ്ഞേ, എന്താ ഉണ്ണി, എന്തു പറ്റി? പറയുണ്ണി, എന്താ സംഗതി? പറയടാ. പറയാൻ പറഞ്ഞു തൊലയ്ക്ക്. രാമകുഞ്ഞേ, ദേവാ ചേച്ചി എന്തിയേ? കുഞ്ഞിനെ വാങ്ങിച്ചു. അമ്മ പോയി. അയ്യോ, ഈശ്വരപിള്ള മകൻ ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് വാറന്റ് ഉണ്ട്. ഇവിടെ ഒരു തെറിച്ച പെണ്ണിനെ വല്ല വിധേനെ മെരുക്കാൻ നോക്കുമ്പോഴാ വാറണ്ടും കൊണ്ട് ഒരാളുടെ എഴുന്നള്ളത്ത്. ഒരൊറ്റ അടി ഞാൻ വെച്ചേരും. അടിച്ചോ, ഞാൻ വന്ന് കൊണ്ടോളാം. വായ അങ്ങനെ അങ്ങോട്ട് തുറക്കാതെ ഈച്ച കയറി പോവും. എനിക്ക് ഇപ്പഴാ ഉറപ്പായത് വായ നോക്കിയാണെന്ന്. വാ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ. എങ്ങനെയാ കൊടുക്കണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങിതാ, വാ 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 വാ.
മോള് കുട്ടി കൊള്ളാം കൊള്ളാം. ഉം. എന്തിനായാലും നേരത്തെ കാലത്ത് ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട. ഞാൻ സന്യസിക്കാനാ പോണേ. ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാമല്ലോ. ശ്ശേ, ഇല്ലേ? ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? മോള് വേറെ കുടിക്കുമ്പോ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാ ഇപ്പൊ നോക്കിയാലും ഒരു പ്രസവക്കാര്യം പറിച്ചില്. അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതീനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം. പിന്നെന്താ ഇപ്പൊ വേണ്ടേ? കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാ സമൻസ്. ഇങ്ങോട്ട് ആരുടെ സമൻസ്? കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട്, അറിയോ? അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി? അതിപ്പോ ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റിയ? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻ്റെത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭം ഇത്. ഡൽഹി പോണം. ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗാ. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി, പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷെ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിയുടെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവളൊരു പ്രശ്നമാ അല്ലേ? ഒരു തലവേദന? അയ്യോ, ഞാൻ അതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീടും പറമ്പ് ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ. വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാം. ആരോടാ? മൂത്ത മോനോട്. അല്ലാതാടാ, അവര് ബുദ്ധിപൂർവ്വമല്ലയോ ശ്രീധനൊന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാം. എന്താടാ വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതില്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. അതുകൊണ്ട് പിന്നുള്ളത് ഉണ്ണികൃഷ്ണനാ. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്നും പറഞ്ഞ് കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തേലും നടക്കണമെങ്കിൽ അവനവന് വഴി. അത് തന്നെ അടുത്ത വഴി. CPക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ. മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കുക. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോടൊരു വാക്ക് ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയൊന്നുമല്ല. കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല. റിയലി ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ, ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈ നീട്ടിട്ടില്ല. കിടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ. ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നേക്ക് അഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീധനായിട്ട് കരുതണ്ട, കടമാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനമല്ല, കടുവല്ല. എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ. ഞാനീ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്റെ മോൻ വേദനിക്കാനിടയാകരുത്. അച്ഛാ, അച്ഛാ, ₹1,00,000 ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ. വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധനം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം.
എന്നോട് ചോദിക്കാൻ CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പും മേലെ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സില്ല. എനിക്ക് വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശ് ആവശ്യം വന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ വിൽക്കും. അച്ഛൻ മനസാക്ഷി ഇല്ലാത്തവനാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട്, അറിയോ? സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി വേണ്ട, ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഉണ്ണി, ഉണ്ണികൃഷ്ണ, ഞാൻ പോവുക. പണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല, ഇവിടെ നിൽക്കാൻ വയ്യ. മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ. ദയവേത് എന്നെ അന്വേഷിക്കരുത്. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എൻ്റെ മോൾക്ക് നീ ചേട്ടൻ മാത്രമല്ല, അച്ഛൻ കൂടാ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും. എവിടെ ആയാലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും. വരൂടാ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എല്ലാം കേട്ടു നിന്നു. എനിക്ക് അച്ഛനെ കാണണം, മാപ്പി വയ്ക്കണം, അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടൊട്ട് ഫലമുണ്ടാവില്ല. പോരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരവസരം കൊടുക്കാന്നല്ലാതെ. വേണ്ടടാ, നമുക്ക് അങ്ങോട്ട് സഹിക്കാം. സഹിച്ചല്ലേ പറ്റൂ. കരയണ്ട കരയണ്ട കരയണ്ട. അയ്യോ കരയണ്ടേ. ആ ദാ ദാ ദാ. ആ ദാ. ദാ ദാ ദാ. വാ 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 വാ. ആ കരയണ്ട കരയണ്ട. ഓ അച്ഛനല്ല, ചേട്ടൻ. അച്ഛനല്ല, ചേട്ടൻ. ചേട്ടൻ ചേട്ടൻ. അച്ഛനല്ല, ചേട്ടൻ. ചേട്ടൻ. ചേട്ടച്ച 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 ചേട്ടച്ച. കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യവും. 7-8 കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വരപിള്ള ചേട്ടൻ പൊടിയും തട്ടിങ്ങ് പോയത്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഇരുപോഷം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അപ്പൊ ഉണ്ണി തന്നെ ചേട്ടത്തിൽ തന്നെ പറ, എന്താ വേണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ എരിശ്ശേരിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല, മുഴുവൻ പുളിശ്ശേരിയായി കളയും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടി വറുക്കുന്ന അയാള്. എന്റെ പൊന്നു വാര്യർ സാറേ, ഈ ചേട്ടച്ചനോട് ഒന്ന് പറ, ഈശ്വരപിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യയൊക്കെ നടത്തി കൊടുക്കാൻ. ദേ ഈ വർമ്മ സാറിന്റെ മോളുടെ കല്യാണം മറ്റന്നാളാ. എടോ, അത് തന്നെയാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായിട്ടും ഉണ്ണിക്കും എങ്ങനെയല്ല അതേ നായി വരും. ഇയാൾക്ക് അങ്ങോട്ടൊരു ഒരു ധൈര്യം വരുന്നില്ല. വർമ്മ സാറ് പേടിക്കണ്ട, ഈശ്വരപിള്ള ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ഛൻ ഉണ്ടാവും, ചേട്ടച്ചൻ ഉണ്ടാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നെ കൂടെ പുകയ്ക്കരുത്. പുകഞ്ഞാലും നമ്മൾ നാറത്തില്ല, അതിലെനിക്ക് ധൈര്യമുണ്ട്. വർമ്മ സാറ് പോയിക്കോ. ഈശ്വരപിള്ള ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട. ഈ ചേട്ടച്ചൻ ഈശ്വരപിള്ള ചേട്ടൻ തന്നെയാ. അതെ, അത് തന്നെയാ കൈപുണ്യം. മക്കളായാൽ ഇങ്ങനെ തന്തയ്ക്ക് പിറക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. വരട്ടെ. പിന്നെ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളെ?